കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽ ബോസ്, ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തെക്കുറിച്ച്? അല്ല, നിലവിൽ സ്ത്രീ പീഡന വിഷയങ്ങളോ മറ്റ് അതുപോലെ സമാനമായ ആക്ഷേപങ്ങളോ ഒക്കെ ഉയർന്നു വന്നാൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കപ്പെടണം. അത് എക്സ് ഓർ വൈ ആർക്കെതിരെയാണെങ്കിലും അന്വേഷിക്കപ്പെടണം. അതിനൊന്നും ഞങ്ങളാരും എതിരല്ലല്ലോ. നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നിലപാടെന്താ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുവെന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ടായാൽ ആ സംശയം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തന്നെ അത് ആരായാലും, എത്ര പ്രിയപ്പെട്ടവരായാലും എത്ര പ്രധാനപ്പെട്ടവരായാലും നടപടി സ്വീകരിക്കുക, പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാനുള്ളത്. കോൺഗ്രസ് പാർട്ടി പൊതുസമൂഹത്തിൽ അത്രയും ആശയക്കുഴപ്പം ഉണ്ടായപ്പോൾ തന്നെ ആരോപണ വിധേയനായ ആൾക്കെതിരെ സംഘടനാപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ശരി തെറ്റുകൾ അന്വേഷിക്കേണ്ടത് മറ്റ് ഏജൻസികളാണ്. അതിന്റെ നടപടിക്രമം നടക്കട്ടെ. അതിനെക്കുറിച്ച് അതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പ്രതികരിക്കാനാ? MLA എന്ന രീതിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് പ്രിവിലേജ്, അദ്ദേഹത്തിന് സംരക്ഷണം നിലനിൽക്കുകയാണ്. ആ സമയത്താണ് ഈ അന്വേഷണം വരുന്നത്. മുമ്പ് ഈ മുകേഷിനെതിരെയൊക്കെ ആരോപണം വന്ന സമയത്ത് നിങ്ങൾ ഉന്നയിച്ചിരുന്ന കാര്യം മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം ആ സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളത് കൊണ്ട്. അതേ സംരക്ഷണം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആ സംരക്ഷണം കിട്ടുന്നില്ല. രണ്ടും വ്യത്യാസമുണ്ട്. സെക്ഷൻ 376 സെക്ഷൻ 452 അടക്കം സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതടക്കമുള്ള കേസുകളിൽ FIR വരികയും ആ കേസിൽ പ്രതിയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആരോപണം ഉയർന്നു വന്നപ്പോൾ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടാവും. പക്ഷേ നിലവിൽ അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തെ റേപ്പ് കേസിൽ പ്രതിയായി കേസെടുത്തപ്പോഴാണ്. ആ നിലപാട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്ന ശ്രീ AK ശശീന്ദ്രൻ, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചില്ല. അദ്ദേഹത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം മാത്രമാണ് രാജിവെച്ചത്. അന്നും ഞങ്ങൾ MLA സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ രാഹുൽ മാങ്കൂട്ടം പ്രതിയാണ്, ഈ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞു വന്നാൽ ഉറപ്പായിട്ട് ആവശ്യപ്പെടും. ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ തുടക്കം തൊട്ട് എടുത്തിട്ടുണ്ടല്ലോ, നല്ല നിലപാട് എടുത്തിട്ടുണ്ടല്ലോ. ഇനി വന്നാൽ ഇപ്പോൾ ശരിക്കും ഒരു ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഉള്ളത്. ഇനി മൊഴികൾ ആ രീതിയിൽ വന്നാൽ വകുപ്പുകൾ മാറും. ആ സമയം അനിൽ ബോസ് വാക്ക് മാറ്റരുത്. അല്ല, തോക്കിനകത്ത് കയറിയൊന്നും വെടിവെക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി ഒഫീഷ്യലായി പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാൾക്കെതിരെ, കൂടുതൽ പറയട്ടെ, പാർട്ടിക്ക് പ്രിയപ്പെട്ട ഒരാൾക്കെതിരെ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ ചെയ്യാൻ കഴിയുക അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് ആദ്യം മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അത് ചെയ്തു. അതും പോരാഞ്ഞിട്ട് കുറെ കൂടി ഗൗരവപൂർവ്വം ഈ വിഷയം കാണണമെന്ന പൊതു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യാതൊരു കേസും FIR-ഉം ഇല്ലാത്തപ്പോൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും അത്തരമൊരു ആരോപണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിൽ ഒരു MLA എന്നുള്ള നിലയിൽ അതിന്റെ പ്രിവിലേജ് കിട്ടുമെങ്കിൽ ആ പ്രിവിലേജ് കിട്ടാതിരിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ഈ സന്ദർഭത്തിലൊന്നും ഒരു FIR പോലും ഇല്ല. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നാളെ FIR-ഉം കേസും വരട്ടെ, അപ്പൊ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയും. അതിനെന്തിനാണ് ഞങ്ങൾ മാറ്റി പറയുന്നത്? അല്ല, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ വെച്ച് അത് മൊഴികളായിട്ട് വരികയാണെങ്കിൽ, അത് ആ മൊഴികൾ നൽകുവാൻ ആ അതിജീവിതമാർക്ക് സംരക്ഷണം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മൊഴികൾ വരും. അങ്ങനെ മൊഴി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ട് കേട്ടോ അനിൽ ബോസ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. രാജിവെക്കണമെന്ന് താങ്കൾക്ക് ആവശ്യപ്പെടേണ്ടി വരും. രാജിവെക്കണം. മഞ്ജുഷും ന്യൂസ് 18-ഉം ആവശ്യത്തിന് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയായി. ഞാൻ എന്റെ ഭാഗം പറയാനുള്ളത് പറഞ്ഞു. പാർട്ടിക്ക് മുമ്പാകെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംശയമുണ്ടാക്കുന്ന രീതിയിൽ ഒരു നേതാവിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നിയമപരമായി കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ, പരാതിക്കാരുണ്ടോ, ഇരകൾ മൊഴികൾ കൊടുക്കുന്നുണ്ടോ? അത് ചെയ്യേണ്ടത് 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ലേ. ആഭ്യന്തര വകുപ്പ് അതിന്റെ നടപടി സ്വീകരിക്കട്ടെ. പരാതി ഉണ്ടെങ്കിൽ പറയാനുള്ള ധൈര്യം അതിജീവിതമാർക്ക് ഉണ്ടാകട്ടെ. അതിന്റെ തുടർ നടപടികൾ വരട്ടെ. അതിനൊന്നും ആരും എതിരല്ല. അതിലൊന്നും അഭിപ്രായം പറയേണ്ട കാര്യം നമുക്കില്ല. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, ആ നിൽക്കുന്ന ഒരാളെ എന്തിനും നമ്മൾ ന്യായീകരിക്കണം. ശരി, ശ്രീ റെജി ലൂക്കോസ് കൂടി ടെലിഫോണിലായിട്ട്. ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഇതാണ്. അത് നിങ്ങളെക്കാൾ ഉയർന്ന ഒരു സ്റ്റാൻഡുമാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു ധാർമ്മികത കാണിച്ചിട്ടില്ല. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ധാർമ്മികത കാട്ടി. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA സ്ഥാനത്ത് അദ്ദേഹം ഉണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള പദവികളിൽ നിന്നെല്ലാം മാറ്റി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമ്പോൾ രാഹുൽ നേരിടട്ടെ എന്നാണ്. വകുപ്പുകൾ ശക്തമാവുകയാണെങ്കിൽ ആ സമയത്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാമെന്നാണ്. അല്ല, ഇവിടെ മഞ്ജുഷ ശ്രദ്ധിക്കേണ്ടത്, ഈ കോൺഗ്രസ്സുകാർ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ വനിതാ നേതാക്കന്മാരെയാണ്.
ഉമാ തോമസ് MLA, അതുപോലെ പിന്നെ ഘടകകക്ഷിയിലെ KK രമ, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കള്, പിന്നെ അവരുടെ ഡിജിറ്റൽ ഹെഡിന്റെ പിന്നെ സ്ഥാനം വഹിക്കുന്ന താര ജോസഫ് എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലുള്ളവരാണ്. അവരെയാണ് ഇവർ ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങളെയൊന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഈ കോൺഗ്രസിനെ കുറിച്ചൊരു ബോധ്യം വന്നു കഴിഞ്ഞു. അപ്പൊ അവർ തന്നെ ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ നിലപാടിൽ ഒരു അണുവിടെ മാറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അവരെ ബോധ്യപ്പെടുത്തട്ടെ, എന്നിട്ടാണ് ഇവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരെവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ തലോടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സസ്പെൻഷൻ കൊടുത്തു. അതിനൊരു പീരീഡ് പോലും വെച്ചിട്ടില്ല. പീരീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ രാജിക്കത്ത് വാങ്ങിക്കേണ്ടി വരും. ഇദ്ദേഹത്തിനെ വീണ്ടും അവർ രംഗത്ത് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതിന് കാരണം എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിനെ ഇവര് ഒഴിവാക്കുകയോ പാർട്ടി MLA സ്ഥാനത്ത് നിന്നും പിൻവലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തുവിടുന്ന ബോംബ് കൊടുക്കും. പക്ഷേ അവരുടെ ചില നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവിയെ പോലും തകരാറിലാക്കും. അത് നിസ്സംശയമല്ലേ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇയാളുമായിട്ടുള്ള വിഷയം വന്നപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞങ്ങളെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടുമായിട്ട് ഞങ്ങൾ വരും, ഘട്ടം 1 എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കടകം പറഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിനെ വേദനയോടുകൂടി മാത്രമാണ് സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊന്നും അർത്ഥം എന്താ? ഷാഹുൽ ബാഗൂട്ടത്തിന്റെ ഭീഷണിയിൽ ഇവർ വീഴേണ്ട വന്നു. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പലിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ കേരളത്തിലെ പല കോൺഗ്രസുകാരുടെ അവസ്ഥ. ഇനി ഞാനത് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുരളീധരന്റെ നിലപാട് എന്തായിരുന്നു? രാവിലെയും വൈകുന്നേരം, പിറ്റേ ദിവസം രാവിലെയും അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മറിയുക എന്നുള്ളതാണ്. ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന നേതാവുണ്ട് ഇവർക്ക്. കേരളത്തിലെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ് ജോസഫ് വാഴക്കൻ. KPCC സെക്രട്ടറി ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു. ദീർഘകാലം അവരുടെ വക്താവായിരുന്നു. മൂവാറ്റുപുഴ MLA ആയിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ മനുഷ്യന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലും മാറ്റി നിർത്തണം, ഇദ്ദേഹത്തെ പോലെ ഒരാള് കോൺഗ്രസിന് വേണ്ട, MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ പോലുള്ളവരെ ഈ നിലപാടും ഇതൊക്കെ പറയാനായിട്ട് CPM ആരാണ്? നിങ്ങൾ എന്ത് നടപടിയാണ്, ആർക്കെതിരെയാണ് എടുത്തിട്ടുള്ളത്? ഞങ്ങള് വളരെ കൃത്യമായി ഇവരാരോപിക്കുന്നവരെ കുറിച്ച് ഞങ്ങൾ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. അതായത് പി ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇതുവരെ തെളിവില്ലാത്തൊരു ആരോപണമായിട്ട് പുറത്തു വന്നു. ഒരു ആരോപണം അന്തരീക്ഷത്തിൽ വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ തന്നെ പുറത്താക്കി. 9 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ തിരിച്ചെടുത്തത്. PK ശശി MLA അദ്ദേഹത്തെ കുറിച്ച് ഒരു ആരോപണം അന്തരീക്ഷത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് താത്തി. 2ാം വട്ടം അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. ഇങ്ങനെയുള്ള നടപടികൾ എടുത്തിട്ട് CPM-നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ആക്ഷേപമുള്ളത് പറയൂ. അത് തന്നെയുമല്ല, CPM-ലെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് ഈ രീതിയിൽ ഇന്ത്യയിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ഒരു ഫോൺ സംഭാഷണം വന്നത്. അതിനുശേഷം മുകേഷിനെതിരെ ഉള്ള വെളിപ്പെടുത്തൽ വന്നത്. ഈ സമയത്തൊക്കെ എന്ത് നടപടിയെടുത്തു എന്ന് പറയൂ. സമീപകാലത്തെ സംഭവങ്ങളിലേക്ക് പോകൂ. ഈ 2 കാര്യങ്ങളിൽ എന്ത് നടപടിയെടുത്തു? അതുമായിട്ട് താരതമ്യപ്പെടുത്താം രാഹുലിന്റെ കാര്യത്തിലുള്ള ആരോപണങ്ങളെയും. അപ്പോൾ അതിൽ കോൺഗ്രസ് നടപടിയെടുത്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തുക തന്നെയാണ്. MLA സ്ഥാനം രാജിവെപ്പിച്ചില്ല, അത് ശരി തന്നെയാണ്. അത് ചോദിക്കുവാൻ പൊതുസമൂഹത്തിന് അർഹതയുണ്ട്, എന്തുകൊണ്ട് കോൺഗ്രസ് MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രാജിവെപ്പിച്ചില്ല എന്ന്. പക്ഷെ CPM-ന് അതിന് അർഹതയില്ലെന്നേ. അല്ല, ആ അർഹതയുടെ മാനദണ്ഡം എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവരെ കുറിച്ചുള്ള ആരോപണം വന്നപ്പോൾ അത് വ്യാജ ആരോപണമാണെന്നും അത് തെളിയിക്കാൻ സാധിക്കാത്തതാണെന്നുള്ള വസ്തുതാപരമായിട്ടുള്ള സംഭവം കേരളത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട്